സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. അവനോ കുഞ്ഞിലേ അവൻ വെള്ളവടി, പെണ്ണുപിടി, കഞ്ചാവ്, മയക്കുമരുന്ന്, പിന്നെ എന്തൊക്കെ വേണമെന്നോ അവനെല്ലാം ഉണ്ട്. വണ്ടിയുടെ വീല് കയറിയാലോ ഒരു മനുഷ്യനുണ്ടാവുന്ന എന്തോ വേദനയുണ്ടെന്ന് അവൻ അറിയണം. എല്ലാ പെണ്ണുങ്ങളെ പിടിക്കുക, റൂമിനകത്ത് കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത എല്ലാം ചെയ്യുക, എന്നിട്ട് വീണ്ടും കറങ്ങാൻ പോവുക. യവൻ MDMAയുടെ ആളാണ്. യവൻ മദ്യപിക്കുന്നത് ഞങ്ങളെല്ലാം കണ്ട. ഞാൻ ഓട്ടോക്കാരനാണ്. അവള് മനുഷ്യ പിശാചിന് തുല്യ. അവള് ഗൈനക്കോളജിസ്റ്റ് അല്ല. 2 ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ഇതൊരു മൃഗീയമായ കൊലപാതകമാണ്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു രോഗിയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അവള് മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു അന്ന് തൊട്ടേ. ഇവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ട റോഡ് കിട്ടണം. അവന്മാർ അതേപോലെ ചെയ്യണം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ചുണ്ടായ കൊലപാതകത്തിൽ ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പിനായിട്ട് മൈനാഗപ്പള്ളി ആനൂർക്കാവിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഒരു നാടാകെ ഇളകിയിരിക്കുകയാണ്. പ്രതികളെ എത്തിച്ച വേളയിൽ തന്നെ പ്രതികളെ വിട്ടുകിട്ടണം, അല്ലെങ്കിൽ മാസ്ക് അടിച്ച് പ്രതികളെ ഇവിടെ എത്തിക്കണമെന്നുള്ളതാണ് ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. എന്തായാലും ഒരു നാട് മുഴുവനാണ് ഈ പ്രതിയെ ഇവിടെ കാത്തു നിന്നത്. പോലീസിൻ്റെ തെളിവെടുക്കൽ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുക്കൽ ഇപ്പോൾ തുടരുകയാണ്. ചേട്ടാ, എന്താ പറയാനുള്ളത്? ഇതൊരു കൊലപാതകമല്ല, ഇതോ മനുഷ്യനെ കറക്കിയിട്ടടിച്ച് കൊന്നേത്. യവനെയൊക്കെ ഇവിടെ ഇറക്കിയിട്ട് യവന്മാരെയൊക്കെ തല്ലിക്കൊല്ലണം. അതാ വേണ്ടത്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ട റോഡ് കിട്ടണം. അവന്മാർ അതേപോലെ ചെയ്യണം. വണ്ടിയുടെ വീല് കയറിയാലോ ഒരു മനുഷ്യനുണ്ടാവുന്ന എന്തോ വേദനയുണ്ടെന്ന് അവൻ അറിയണം. ഈ അറിയാതെ പിന്നെ കോടതി അങ്ങോട്ട് ശിക്ഷിച്ച് അവന് 24 മണിക്കൂർ തീറ്റയും കൊടുത്തിട്ടിരുന്ന് കൊഴുപ്പിച്ചിട്ട് നാളെ ഇതില്ലേ ആവർത്തിക്കുന്നു. യവൻ MDMAയുടെ ആളാണ്. യവൻ മദ്യപിക്കുന്നത് ഞങ്ങളെല്ലാം കണ്ട. ഞാൻ ഓട്ടോക്കാരനാണ്. ഞാൻ കണ്ടതാണ് മദ്യപിക്കുന്നത്. ഈ പറയരുകാവെന്ന് പറയുന്ന അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതിന് മുമ്പ് ഇതൊക്കെ വയലിലുണ്ടായിരുന്നു ഒരു കാറുപാട്ട്. സാധാരണ ഒരുക്കെ കൊണ്ടുവന്ന് ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കും, നമ്മൾ കാണും. അതുകൊണ്ട് പിന്നെ നമ്മളാരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ സംഭവം നടക്കുമ്പോഴല്ലേ അറിയുന്ന ആ വണ്ടി തന്നെയാണെന്നുള്ളത്. ഇവിടെ പല അമ്പലത്തിൻ്റെ ഗ്രൗണ്ടുകളിലും ഇരുന്ന് വെള്ളം അടിച്ചിട്ടാണ് ഇവിടുന്ന് വന്നത്. ഇവർ 2 പേരും വേറൊരുത്തിനോടുണ്ട്. അതാരാണെന്ന് അറിയില്ല. പക്ഷേ ഇവർ തിരിഞ്ഞിരുന്നാണ് വെള്ളം അടിച്ചത്. അവിടെ ഒരു കുഴിയാണ്. വെള്ളം അടിച്ചത്. അവൻ 3 പേരുണ്ടായിരുന്നു. 2 ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പെണ്ണും ഒരാണും ഉള്ളവരും ഇങ്ങോട്ട് വരാൻ, ബാക്കി വഴിക്ക് വെച്ച് അവർ ഇറങ്ങിപ്പോയി. ഇവരെ അതേപോലെ പിന്നെ കൊല്ലണം, വണ്ടി കയറ്റി കൊല്ലണം. ഇറക്കില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ തീവ്രമായ സംഘർഷം ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർ ഇറക്കാതെ പോയിരിക്കുന്നത്. പക്ഷേ അവരെ ഇറക്കി ജനങ്ങളെ കാണിച്ച് അവരുടെ പ്രതികരണം ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മൃഗീയമായ കൊലപാതകമാണ്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു രോഗിയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്യാതെ അവരുടെ പ്രോത്സാഹനത്തിൽ വിട് എന്ന് പ്രതി തന്ന ജനങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞ് വണ്ടി നിർത്തിയാൽ ഈ കുട്ടി സ്വാഭാവികം രക്ഷപ്പെടുകയും ഞങ്ങൾ രക്ഷപ്പെടുത്തിയെടുക്കാം. ഒരു മാറാ രോഗത്തിൽ നിന്നും 2 വർഷം പിന്നെ ക്യാൻസറായി കിടന്ന കുഞ്ഞ്, അതിൽ നിന്നൊക്കെ പണം മുടക്കി വളരെ സാമ്പത്തിക സ്ഥിതിയൊന്നുള്ള ആളുകളല്ല. എവിടെ നിന്ന് കടം മാറ്റി പഠിച്ച് സംരക്ഷിച്ച് കൊണ്ടുവന്ന് ഈ രീതിയിൽ ഞങ്ങളാക്കിയിട്ട് ഈ കടയിൽ സാധനം മാറ്റി പോകുമ്പോൾ ഇടിച്ച് നിർത്തിയിട്ട് ഇത്രയും ജനങ്ങൾ പറഞ്ഞിട്ടും വണ്ടി നിർത്തിയില്ല. എവളാണ് ഇതിൻ്റെ പിന്നിൽ വളരെ കളിച്ചിരിക്കുന്നത്. അവൾ വണ്ടി വിടുമെന്ന് പറഞ്ഞ് 3 തവണ കയറ്റി ഇറക്കി പോയാൽ അവൾക്ക് തക്കതായ ശിക്ഷ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പത്രപ്രമുഖത്തെ പിന്നിൽ നിന്ന് നല്ലതായ വാർത്തകളും ഉണ്ടാക്കി അത് അവന് വേണ്ട ശിക്ഷ അവളും വേണ്ട ശിക്ഷ കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങളാകെ വലിയൊരു പ്രക്ഷോഭത്തിൽ തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ കണ്ടു ഒരു നാടാകെ ഒന്നായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രതികളെ ഇവിടെ വരവേൽക്കുന്നത്. എന്തായാലും എന്താണ് പറയാനുള്ളത്? പക്ഷേ ആ ഡോക്ടർ വനിതയെന്ന് പറയുന്ന ഡോക്ടർ അല്ല. അവള് മനുഷ്യ പിശാചിന് തുല്യ. അവള് ഗൈനക്കോളജിസ്റ്റ് അല്ല. അവളൊരു ജീവന് വില കൽപ്പിക്കുന്ന ഡോക്ടർ ആയിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ആ കുഞ്ഞോളത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിച്ചേനെ. അവൾ കയറി ഇറക്കിയതാണ്. 3 വട്ടം ടയർ കയറി ഇറക്കിയിട്ടാണ് കുഞ്ഞോളത്തെ ജീവൻ പോയത്. അല്ലെ അവൾ ജീവൻ പോത്തില്ലായിരുന്നു കുഞ്ഞോളത്തോടെ. അവള് ഗൈനക്കോളജിസ്റ്റ് ആണോ? അവള് മനുഷ്യ പിശാചാ. അവൾക്ക് മാപ്പില്ല, ഒരിക്കലും മാപ്പില്ല. കോടതി വെറുതെ വിട്ടാലും ഈ നാട്ടുകാർ വെറുതെ വിടത്തില്ല. ഇനി എന്താ പറഞ്ഞാലും അവൻ കുഞ്ഞിലെ ഇത് തന്നെ നമുക്ക് കുഞ്ഞിലെ അറിയാവുന്ന ഒരു തന്നെ ഇത് തന്നെ അവൻ കുഞ്ഞിലെ പ്രതിയല്ല. അവന്റെ കുഞ്ഞു പരുവം തൊട്ടേ നമ്മൾ കണ്ട് വളർന്ന ഒരു തന്നെ അവന്. അന്നും അവൻ ആ ഒരു മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവനിത് ചെയ്യത്തില്ലായിരുന്നു. അത് ഇപ്പോ ഈ പ്രതി ഉണ്ടല്ലോ, ഈ പ്രതി ഇയാള് ഈ നാട്ടുകാരൻ തന്നെയാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വെളുത്തമണല്. അവനോ കുഞ്ഞിലേ അവൻ വെള്ളവടി, പെണ്ണുപിടി, കഞ്ചാവ്, മയക്കുമരുന്ന്, പിന്നെ എന്തൊക്കെ വേണമെന്നോ അവനെല്ലാം ഉണ്ട്. അവനില്ലാത്ത കാര്യം ഒന്നുമില്ല. ഈ ദുനിയാവിൽ ഇല്ലാത്ത ഒന്നുമില്ല. അവന് എല്ലാം ഉണ്ട്. അവന് പെണ്ണും ചില പൈസ കൊടുക്കുന്നവരുടെ കൂടെ അങ്ങ് പോവുക, ആഡംബരമായിട്ട് ജീവിക്കുക,
എല്ലാ പെണ്ണുങ്ങളെ പിടിക്കുക, റൂമിനകത്ത് കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത എല്ലാം ചെയ്യുക, എന്നിട്ട് വീണ്ടും കറങ്ങാൻ പോവുക, ഇങ്ങനെ നാട്ടുകാരെ കൊല്ലുക, ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ പണി. അവൻ്റെ പണി ഇതേ ഉള്ളൂ. അവൾ മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു അന്ന് തൊട്ടേ. അവൻ്റെ അമ്മ പറഞ്ഞല്ലോ, അവിടെ അമ്മ പറയുന്നുണ്ട് അവർക്ക് മയക്കുമരുന്ന് അറിയത്തേ ഇല്ല, മദ്യം അറിയത്തില്ല എന്ന്. പക്ഷെ കുഞ്ഞല്ലേ, വെറും പൊടി കുഞ്ഞല്ലേ അവള്, പാലുകൂടി മാറാത്ത അവൾ പൊടി കുഞ്ഞാ. അവൾ മദ്യമത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു അവൾ പണ്ടേ. MBBS എടുത്തെന്ന് പറയുന്നത്. അവൾ ഡോക്ടറാണോ? അവൾ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണോ? ഒരു ജീവന്റെ വില അവൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞോളത്തെ രക്ഷപ്പെടുത്തത്തില്ലായിരുന്നോ? അതിനൊരു എതിർപ്പുണ്ട്. പ്രതി ഇവിടെ ഇറക്കേണ്ടതാണ്, അവിടെ കൊണ്ടുപോയിട്ട് അവർ ഇറക്കാതെ ജീപ്പിലാണ് കൊണ്ടുപോയാണ് ചെയ്തത്. സാധാരണ ഇത്രയും ജനങ്ങളിവിടെ നോക്കിയിരിക്കെ അവർ ചെയ്തത് തെറ്റാണ്. ഒരാളെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ആ ലേഡിയെ കൊണ്ടുവന്നിട്ടില്ല. ആ അജ്മൽ എന്ന് പറയുന്ന പ്രതിയെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കാമെന്ന് തോന്നുന്നില്ല. ഇത്രയും ജനങ്ങൾ ഇരിക്കുമ്പം അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടല്ലേ, അതുകൊണ്ട് അവർ ഇറക്കാതെ പോയതായിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല സംരക്ഷിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരിക്കലും പറ്റില്ല. കൃത്യം നടക്കുമ്പോൾ ഇല്ലായിരുന്നു, കുറച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സംഭവ സ്ഥലത്ത് എത്തുന്നത്. പുള്ളി ഈ നാട്ടുകാരനല്ല, പുള്ളി വെളുത്തമലക്കാരനാണ്. ഇത് വയനാട് ഇവിടെ ഒരു 2-4 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വലിയ സംഭവം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നാടിനെ നടുക്കിയ ഏറ്റവും വലിയൊരു സംഭവം ഇവിടെ നടന്നത്. ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാരണവശാലും ഈ ഒരു സംഭവം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലും ഇവിടെ ഇങ്ങനെ ജനം രോഷാകുലരായ മെയിൻ കാരണം. കാര്യം ഒരു ആക്സിഡൻറ്റുകൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇത് ഒരു റോഡിൽ ഇടിച്ചിടുക മാത്രമല്ല ചെയ്തത്, ഇടിച്ചിട്ടിട്ട് ആ പ്രതിയുടെ മുകളിൽ കൂടി കയറ്റി ആ ഇടിച്ച ആളുടെ മുകളിൽ കൂടെ കയറ്റി ഇറക്കി ഒരു മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകം പോലെയാണ് അവരാ ചെയ്തത്. ഒരിടത്തും സംഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം എന്ന നിലയിലാണ് ഈ സംഭവത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് തെളിവെടുപ്പ് വന്നപ്പോൾ പോലും അവരൊരു കാരണവശാലും ഇവിടുത്തെ ജനം അവരെ ഇവിടെ താഴെ പോലും ഇറക്കാൻ പറ്റാതെ അനുവദിക്കാതെ അവരെ പറഞ്ഞു വിടാനുണ്ടായ സംഭവം. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഇറക്കാൻ തയ്യാറാവുന്നില്ല. പോലീസ് അതിവേഗത്തിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. അതായത് സമയക്കുറവ് കൊണ്ടായിരിക്കും, ഒരുപക്ഷെ ഈ ജനക്കൂട്ടെ ഭയന്നിട്ടായിരിക്കും. പോലീസ് 3 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി, ശാസ്ത്രങ്ങളുടെ കോടതിയിൽ നിന്ന് കസ്റ്റഡി വാങ്ങിയ 3 ദിവസത്തേക്കാണ്. എന്ന് വെച്ച് പ്രതിയെ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായി ജനരോക്ഷം അണപൊട്ടി ഒഴുകുന്നതിൻ്റെ സാഹചര്യത്തിലാണ് പ്രതിയെ ഇവിടെ ഇറക്കി മതിയായ തെളിവെടുപ്പിന് സാധിക്കും. വണ്ടിയിൽ നിന്ന് ഇറക്കിയ ഡോറ് തുറന്ന് ഇറക്കിയത് പോലുമില്ല. ആ രീതിയിലാണ് ഇവിടുന്ന് കരുനാപ്പള്ളിയെ കണ്ടുകൊണ്ടത്. തൊട്ടടുത്ത പൈരകാവ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ചില നാട്ടുകാർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് കൊണ്ടുപോയി 5 മിനിറ്റോളം നിർത്തി തെളിവെടുപ്പ് നടത്തി എന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ സംഭവം നടക്കുന്ന ദിവസം ഞാൻ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അവിടെ ഇവിടെ നിന്ന് വരുന്ന ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളാണ് ആദ്യമേ പോയി വണ്ടി ചേസ് ചെയ്ത് വാഹനം തടഞ്ഞു നിർത്തി പ്രതിയെ പിടിക്കുന്നതും ഈ പെൺകുട്ടിയെ ഈ സ്ത്രീക്കുട്ടിയെ അടക്കം പിടിച്ചു നിർത്തുന്നു. അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിയാണ് മറ്റടുത്ത വീട്ടിലേക്ക് കയറി പോകുന്നത്. ഈ അജ്മലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമോ? അതെ, നമുക്ക് കുഞ്ഞുനാൾ പോലെ അറിയാവുന്നതാണ്. നമ്മൾ തൊട്ടടുത്ത പ്രദേശമായ വെളുത്തോളം എന്നുള്ള സ്ഥലത്തുള്ളതാണ്. മറ്റ് പല ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ചന്ദനം കടത്ത് പോലെയുള്ള രീതിയിലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അജ്മൽ. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഈ പ്രതികളെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ വലിയ അതെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെന്ന് ഇത്രയും ജനങ്ങൾ തളിച്ചുകൂടിയപ്പോൾ പോലും പോലീസ് മതിയായ രീതിയിൽ ഒരു ഫോഴ്സിനെ ഇവിടെ ഇറക്കാതെയാണ് ഇവിടെ തെളിവെടുപ്പിന് സഹിതം കൊണ്ടുവന്നത്. അതും ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ്. ഇത്രയും ജനങ്ങൾ നിൽക്കുമ്പോൾ നിർത്തി തെളിവെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എത്ര വലിയ കുറ്റവാളിയാണെങ്കിൽ പോലും സംഭവം നടക്കുന്ന സ്ഥലത്ത് നടക്കുന്ന സ്ഥലത്ത് പ്രതിയെ ഇറക്കി കൃത്യമായ തെളിവെടുപ്പ് നടത്തുന്നതാണ് അതിൻ്റെ ഒരു നിയമം. അത് പോലീസും ചെയ്തിട്ടുണ്ട്. മൈനാഗപ്പള്ളി കാറിടിച്ചുള്ള കൊലപാതകത്തിൽ കസ്റ്റഡി അപേക്ഷ സ്വീകരിച്ച കോടതി ഇന്നാണ് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടു നൽകുന്നത്. പ്രതികളെ ഇന്നാണ് ആനൂർക്കാവിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അല്പനിമിഷം മുമ്പായിരുന്നു പോലീസ് സംഘം ഈ ആനൂർക്കാവിലേക്ക്, കൃത്യം നടന്ന ഈ സ്പോട്ടിലേക്ക് പ്രതികളുമായി എത്തുന്നത്. ഇതിനുശേഷം കസ്റ്റഡിയിലെടുത്ത പ്രതികളെയും കൊണ്ടുള്ള തെളിവെടുപ്പ് ഇവിടെ നടന്നു. ഇതിനുശേഷം പോലീസ് പ്രതികളെയും കൊണ്ട് ഇവർ സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം നടക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ്. എന്തായാലും വലിയൊരു ജനക്കൂട്ടം തന്നെയാണോ ഇവിടെ പ്രതികളെ കാത്തുനിന്നത്. പോലീസ് സുരക്ഷ മുന്നൊരുക്കങ്ങൾ കുറവായതിനാൽ, അതായത് വേണ്ടത്ര പോലീസ് വിന്യാസം ഇല്ലാത്തതിനാൽ തന്നെ പോലീസ് പെട്ടെന്ന് പ്രതികളെയും കൊണ്ട് ഇവിടെ നിന്ന് മറ്റ് സ്പോട്ടുകളിലേക്ക് മടങ്ങുകയായിരുന്നു. ക്യാമറമാൻ വിഷ്ണുഡിക്കൊപ്പം MS ശംഭു, വൺ ഇന്ത്യ. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.